UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ആദ്യത്തെ തിരിച്ചടി. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ സുപ്രീം കോടതിയിൽ നിന്ന് അതേ വിഷയത്തിൽ വൻ തിരിച്ചടി നേരിടേണ്ടി വന്നു സംസ്ഥാന സർക്കാരിന്. വിഷയം വഖഫാണ്. വഖഫ് ബോർഡിനെ മരവിപ്പിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന് അഡ്മിനിസ്ട്രേറ്റർ ചുമതല നൽകിയ ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഇപ്പോൾ ഭാഗികമായി തിരുത്തിയത് സുപ്രീം കോടതി. സർക്കാർ ഉദ്യോഗസ്ഥന് എക്സ് ഒഫീഷ്യ അംഗമായി വഖഫ് ബോർഡിൽ തുടരാം. വഖഫ് ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ചുമതല സർക്കാർ ഉദ്യോഗസ്ഥന് നൽകിയതാണ് ഇപ്പോൾ തിരുത്തിയത് സുപ്രീം കോടതി. പൂർണ്ണമായും വിധി പരിശോധിച്ചിട്ടില്ല. വിശദമായി എത്രയും വേഗം ഹർജി കേൾക്കണമെന്ന് വഖഫ് ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ ആവശ്യപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു, അടുത്ത ആഴ്ച തന്നെ പരിഗണിക്കാം, വിശദമായി വാദം കേൾക്കാം എന്ന്. ആദ്യ പരിശോധനയിൽ തന്നെ തെറ്റാണ് എന്ന് കണ്ടെത്തിയ വഖഫ് ബോർഡിനെ മരവിപ്പിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് ചുമതല നൽകിയ ഹൈക്കോടതിയുടെ ഉത്തരവാണ് റദ്ദാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് തിരുത്തിയിരിക്കുന്നത്. ഇതിൽ വലിയ രാഷ്ട്രീയമുണ്ട്. ആരാണ് ഹർജി നൽകുന്നത്? ഷോൺ ജോർജ്, BJP നേതാവ്. ശേഷിക്കുന്ന 3 ഹർജികൾ കൂടി ഹൈക്കോടതിയുടെ മുന്നിലുണ്ടായിരുന്നു. അത് കാസയെ അനുകൂലിക്കുന്ന ക്രൈസ്തവ സംഘടനകളുടെ ഹർജിയായിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിലപാടെടുത്തത്. അവിടെ സർക്കാരിൻ്റെ നിലപാട് നിർണായകമായി. സർക്കാരിന് വേണ്ടി നേരിട്ട് കേസിൽ ഹാജരായത് അഡ്വക്കേറ്റ് ജനറലാണ്. അഡ്വക്കേറ്റ് ജനറൽ തന്നെ ഹാജരായിട്ട് പറഞ്ഞു, 2 അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നിലവിലെ ബോർഡിന് തുടരാൻ കഴിയില്ല, നിയമപ്രകാരമല്ല ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ബോർഡിനെ പിരിച്ചുവിടണം. ഇതായിരുന്നു സർക്കാരിൻ്റെ വാദം. ഇത് തന്നെയായിരുന്നു ഷോൺ ജോർജിൻ്റെ വാദം, BJP നേതാവിൻ്റെ വാദം. എന്ന് വെച്ചാൽ കോടതിയിൽ AG നേരിട്ട് വന്ന് ഹർജിക്കാരനെ പിന്തുണക്കുന്നു, BJP-കാരനെ പിന്തുണക്കുന്ന അപൂർവമായ കാഴ്ച. പാർലമെന്റ് പാസാക്കിയ നിയമമാണ് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന്. അതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് തന്നെ ഹർജി നൽകിയിട്ടുണ്ട്. അതേ മുസ്ലിം ലീഗ് ഭരിക്കുന്ന കേരളത്തിലാണ് വിചിത്രമായ ഈ നിലപാട് സ്വീകരിച്ചത് സംസ്ഥാന സർക്കാർ. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് BJP-ക്ക് പിന്തുണ നൽകുന്ന രീതി. പാർലമെന്റിൽ ഒന്ന് പറയുന്നു, കേരളത്തിലെത്തുമ്പോൾ മറ്റൊന്ന് പറയുന്നു. ഇതാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയതും ഈ കൂട്ടുകെട്ടിനെതിരെ മുസ്ലിം സംഘടനകൾ പരസ്യമായി രംഗത്തു വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തിൽ നിഗൂഢതയുണ്ട് എന്ന സംശയം ഉയർന്നു വരികയും അക്കാര്യം നിലവിലെ ബോർഡിൻ്റെ ചെയർമാൻ KS ഹംസ പരസ്യമായി പറയുകയും ചെയ്തത്. കേൾക്കാം ആ വാക്കുകൾ. എല്ലാം നടക്കുന്നത് വഞ്ചനയാണ്. എല്ലാം നടക്കുന്നത് വഞ്ചനയാണ്. എഴുതി കൊടുത്തത് തള്ളണമെന്ന് ഒരിക്കൽ എഴുതി കൊടുത്തു. അവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്രയും വിരോധാഭാസം കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അതും ഹൈക്കോടതി പറഞ്ഞ് GP നേരിട്ടാണ് പോയി പറയുന്നത്. അല്ല AG നേരിട്ടാണ് ഹൈക്കോടതിയിൽ പറയുന്നത് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എഴുതി കൊടുത്തത് ഇങ്ങനെയാണെന്നും പറഞ്ഞു. പിന്നെ മറ്റേ മന്ത്രി പറഞ്ഞു, റവന്യൂവിൻ്റെ മന്ത്രി പറഞ്ഞു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അങ്ങനെ ഒരു സാധനം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ആകെ കൂടി ഒരു കൺഫ്യൂഷനാണ് നടക്കുന്നത്. എന്തോ ഒരു നിഗൂഢതയുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് പൂർണ്ണമായ അനുകൂല വിധിയല്ല വഖഫ് ബോർഡിന് ലഭിച്ചത്. ഒരു വരി മാത്രമാണ് തിരുത്തിയത്. ശേഷിക്കുന്നത് എത്രയും വേഗം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഹൈക്കോടതിയിലും നാളെ മുതൽ വിശദമായ വാദം നടക്കുകയാണ് ഈ വിഷയത്തിൽ. സ്വാഭാവികമായും ഹൈക്കോടതി എന്ത് തീരുമാനിച്ചാലും സുപ്രീം കോടതിയുടെ വിധി വരുന്നതുവരെ ഒരു സംശയവും വേണ്ട, ഒരു അസന്നിഗ്ധാവസ്ഥ തുടരും. അവിടെ സർക്കാരിൻ്റെ നിലപാട് BJP-ക്ക് ഒപ്പമായിരിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഹൈക്കോടതിയിൽ BJP-യുടെ ഷോൺ ജോർജിൻ്റെ പരാതിയോടൊപ്പം നിന്നു സംസ്ഥാന സർക്കാർ. അതിനെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നു. എന്നാൽ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ആ നിലപാട് മാറ്റുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ മാറ്റിയില്ല. എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിലും അതേ നിലപാട് സ്വീകരിച്ചു. BJP-യുടെ നിലപാടിനൊപ്പം നിന്നു സംസ്ഥാന സർക്കാർ. ആരാണ് കേരള സർക്കാരിനെ നിയന്ത്രിക്കുന്നത്? UDF ആണോ? മുസ്ലിം ലീഗിൻ്റെ റോൾ എന്താണ്? മുസ്ലിം ലീഗ് തന്നെ BJP-യെ പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറിയുമോ? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. PM ശ്രീ പോലെയോ അതല്ലെങ്കിൽ PM ആവാസ് യോജന പോലെയോ ഉള്ള വിഷയമല്ല. ഇത് വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മുസ്ലിം സമുദായത്തിലെ ഓരോരാൾക്കും ആശങ്കയുണ്ടാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ
ഒരു സംശയവും വേണ്ട, സുപ്രീം കോടതി വിധി ഈ സമുദായത്തിന് അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിന് എതിരെ നിൽക്കുന്നവർക്ക് ആശ്വാസമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ നിലപാട് BJPക്ക് സഹായകരമാകുന്നു, BJPക്ക് ആശ്വാസമായി മാറുന്നു എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംശയവും വേണ്ട, കേരളം ഭരിക്കുന്നത് UDF സർക്കാരല്ല, BJPക്ക് വേണ്ടി UDF നടത്തുന്ന ഭരണമാണ്.